അവരോട് കരുണ തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും എന്ന് പറഞ്ഞാൽ കുട്ടികളെ, മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവറ്റെയും കൊന്നുകളഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒന്നിനെ അവിടെ വച്ചേക്കരുത്. നമസ്കാരം. നമ്മുടെ ആധുനിക ഇന്ത്യയിലെ, അതായത് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സാമൂഹ്യദ്രോഹികളായിട്ടുള്ള ചെകുത്താന്മാർക്ക് പോലും അപമാനമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ചിലരാണ്. നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുന്ന സമൂഹത്തിൽ നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലരാണ്. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അവരെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും യൂട്യൂബ് വീഡിയോകളുടെയൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലാണെങ്കിൽ അവരുടെ പ്രൊഫൈലൊന്നും പുറത്ത് കാണൂല, ലോക്കായിരിക്കും. അങ്ങനെ ഒരാളെ ഉണ്ടാവില്ല. മറഞ്ഞിരുന്നു കൊണ്ട് മറ്റാരുടെയെങ്കിലും ഒരു ഐ ഡി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൃത്രിമ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പിതൃശൂന്യമായ എന്ന് പറയില്ലേ, ആ നിലയിലുള്ള ഒരു വ്യക്തിത്വമായി നിന്നുകൊണ്ട് അവരെ ഇറക്കി വിടുന്നു. അവർ ഒരുപക്ഷെ പിതൃശൂന്യമായിട്ട് ആണ് ആ കമന്റുകൾ പറയുന്നത് എങ്കിലും, മറഞ്ഞിരുന്നുകൊണ്ടാണ് പറയുന്നെങ്കിലും, ഇത് എഴുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തി സത്യത്തിൽ ഒരു പിതൃശൂന്യനാണ് എന്ന് ജനത്തിന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ചിലരൊക്കെ അതേ കമന്റ് അല്ലെങ്കിൽ അതേ ഐ ഡി വെച്ച് തന്നെ മറ്റ് ചില സുഹൃത്തുക്കളുടെ താഴെ ചെന്ന് കമന്റ് ഇടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആരാണ് എന്ന്. അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ആ വിഷയമല്ല. ഈ അടുത്ത കാലത്തായിട്ട് കൂടി വരുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം കലഹിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുക. ഇപ്പൊ ഈ നൂറ്റാണ്ടിലെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഇപ്പോ ഈ അടുത്ത വർഷങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അത് മിക്കവാറും എല്ലാ ഫേസ്ബുക്ക് വീഡിയോയുടെയും യൂട്യൂബിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഉണ്ടാകുക. വളരെ അപൂർവമായിട്ട് നേരെ തിരിച്ചുണ്ടാവും. ഹിന്ദു വിശ്വാസത്തെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തെ എതിർക്കുന്നത് ചുരുക്കമാണ്. ചില മുസ്ലിം നാമധാരികൾ കാണിക്കുന്ന ചില പേക്കുത്തുകൾ. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ ഹൈന്ദവ നാമധാരികളും ക്രൈസ്തവ നാമധാരികളുമായിട്ടുള്ളവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യദ്രോഹ പ്രവൃത്തികൾ. ചെകുത്താനേക്കാളും വികലമായിട്ടുള്ള മനസ്സിനുടമകൾ കാണിച്ചിരിക്കുന്ന അത് തന്നെയാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആരിഫ് ഹുസൈന്റെ ലണ്ടനിലെ മണ്ടത്തരവുമായിട്ട് ബന്ധപ്പെടുത്തി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നുള്ളത് ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ താഴെ വന്നിട്ടുള്ള ചില കമന്റുകളിൽ ചിലർ ഖുർആൻ ആയത്തുകൾ എടുത്തു വെച്ചുകൊണ്ട് ദേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. ഞാനതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഖുർആൻ ആയാലും ബൈബിൾ ആയാലും ഇനി ഭഗവത്ഗീത ആയാലും മനുസ്മൃതി ആയാലും മറ്റ് ഏത് വേദപുസ്തകമായാലും പഴയ നിയമമായാലും പുതിയ നിയമമായാലും എന്ത് തന്നെ ആയിരുന്നാലും ഏതെങ്കിലും ഒരു വാക്യം മാത്രം എടുത്തുകൊണ്ട് അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്താൻ നിന്നു കഴിഞ്ഞാൽ എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും നിരോധിക്കേണ്ടി വരും. അത് മതഗ്രന്ഥം മാത്രമല്ല, നമ്മുടെ നിയമസംഹിത തന്നെ, ഒരുപക്ഷെ ഭരണഘടന പോലും നമുക്ക് നിരോധിക്കേണ്ടി വരും അങ്ങനെ പറയുകയാണെങ്കിൽ. പക്ഷെ അതിന്റെ മുന്നിലും അതിന്റെ പിന്നിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ടാകും, ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളുടെ നോക്കിയാൽ മാത്രമാണ് എന്താണ് നമുക്ക് മനസ്സിലാകുക. ഇപ്പൊ നമ്മളെ നിയമ സംവിധാനത്തില് ഒരാളെ തൂക്കിക്കൊല്ലണം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ആരെയാ തൂക്കിക്കൊല്ലേണ്ടത്? മുന്നും പിന്നും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ്, എങ്ങനെയാണെങ്കിലാണ് തൂക്കിക്കൊല്ലേണ്ടത് എന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതൊന്നും ചിന്തിക്കാതെ തൂക്കിക്കൊല്ലണം എന്നത് മാത്രം എടുത്തിട്ട് നമ്മുടെ നിയമ സംവിധാനം, അത് ഇപ്പോ IPC ആയാലും BNS ആയാലും അതിനെ നമ്മൾ നിശിതമായിട്ട് വിമർശിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഇന്ന് വേദഗ്രന്ഥങ്ങളെ വിമർശിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ ഈ പറയുന്ന വീഡിയോ ഈ പറയുന്ന പിതൃശൂന്യരായ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. എങ്കിലും അവരുടെ വാക്ക് കേട്ടിട്ട് അവരുടെ വീഡിയോകൾ കണ്ടിട്ട് അതാണ് ശരി എന്ന് കരുതി പോകുന്ന സാധാരണക്കാരായിട്ടുള്ള കുറെ സാധുക്കളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ക്രൈസ്തവ മേഖലയെ തന്നെ എടുക്കാം. കഴിഞ്ഞ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള പോസ്റ്റുകൾ കുറെ ക്രിസംഖികളുടേതാണ്. ഈ സംഖി എന്ന് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സംഖി, കമ്മി, കൊങ്ങി, സുഡാപ്പി എന്നൊക്കെ ഞാൻ പറയുന്നത് അതത് വിഭാഗങ്ങളിലെ പിന്നെ വളരെ മോശം, നേരെ പറഞ്ഞില്ലേ, ആ ചെകുത്താന്റെ സ്വഭാവം എടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ്. അല്ലാതെ ഇപ്പോ സംഖി എന്ന് ഞാൻ വിളിക്കുന്നത് സംഘപരിവാർ, RSS, BJP അതിലെ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരെയല്ല. അതിൽ ചീഞ്ഞ സ്വഭാവം എടുത്ത് സാമൂഹ്യദ്രോഹികളായിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് സംഖ്യകളെന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള വിഭാഗം അതുപോലെ തന്നെ. അപ്പോ ഈ ക്രിസംഖികളായിട്ടുള്ള കുറച്ചുപേർ കഴിഞ്ഞ, അല്ലെങ്കിൽ ക്രിസംഖികളുടെ പേരിൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കുറച്ചുപേർ കമന്റ് എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. നമുക്ക് എല്ലാ മതത്തെ എടുക്കാം. അതിൽ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ ക്രിസംഖികളെ നമ്മൾ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ, അതായത് 1-ാം നൂറ്റാണ്ടിന്റെ കാലത്ത്
യഹൂദ സമുദായത്തിൽ ഇന്നത്തെ പോലെ നിയമപരമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു വിവാഹ പ്രായം ഉണ്ടായിരുന്നേ ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്താ ഇത് പറയുന്നത്? വിവാഹ പ്രായമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നബി 6-ാം വയസ്സിൽ കെട്ടി എന്ന് പറയുന്ന ഒരു ഒരു ഇല്ലാത്ത ഒരു സംഗതിയെ കെട്ടിച്ചമച്ച് ചില തലയെക്കെട്ട് മുതൽ വരെ സ്ഥാപിച്ചു വെക്കുന്ന ഒരു സംഗതി, അത് തെറ്റായിരുന്നു എന്ന് നമുക്കറിയാം. അത് ചരിത്രം പരിശോധിച്ചാൽ മതി. കാര്യം ഈ ആയിഷയ്ക്ക് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ പ്രായമുണ്ട്, അത് മരണപ്പെട്ട സമയമുണ്ട്, നബിയുടെ യാത്രയുണ്ട്. ഇതെല്ലാം കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ ആയിഷയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 16 വയസ്സുണ്ട്. 16-19 വയസ്സ്, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് വയസ്സ്, അംഗീകരിക്കപ്പെട്ട വയസ്സ് അതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയിലും നമുക്കറിയാലോ, നമ്മുടെ ഗാന്ധിജിയൊക്കെ ഏത് വയസ്സിലാണ് കല്യാണം കഴിച്ചത്? ഈ നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അന്നത്തെ ആ ഒരു കാര്യത്തെ എഴുതി വെച്ച ഏതോ പോത്തം കോടൻ, ഞാൻ അങ്ങനെ പറയല്ലേ, കാരണം ഈ ചില കാര്യങ്ങൾ ലൈഫ് സഹീഹ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുമ്പോൾ ഒരു നേരിൽ പറ്റിയ സംഗതി വേണമല്ലോ. അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് ചിലർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാണ് വേണ്ടത്. ഇനി എന്തോ ആയിക്കോട്ടെ, പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ഇതര മതസ്ഥരെ അവരിലുള്ള വേദഗ്രന്ഥങ്ങളിലുള്ള ചില വികലതകൾ എടുത്ത്, അതായത് അവർ പറയുന്നത് പോലെയുള്ള വികലതകൾ, എനിക്കതൊരു വികലതയല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നും പിന്നും വായിച്ചു നോക്കുമ്പോൾ അതിന് ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അത് ഖുർആനിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അപ്പൊ ഏതായാലും യഹൂദ സമുദായത്തിൽ ഇന്നത്തെ പോലെ നമ്മൾ ഈ 18 വയസ്സെന്ന് പറയുന്ന പോലെ ഒരു വിവാഹ പ്രായം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. യേശുവിന്റെ കാലത്ത് വിവാഹപ്രായം അതുപോലെ സാമൂഹ്യ ആചാരങ്ങളും കുടുംബ തീരുമാനങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരുന്നു അന്ന് വിവാഹപ്രായം എടുത്തിരുന്നത്. ഒരു കുടുംബക്കാർ വിചാരിക്കണം 8 വയസ്സിൽ കെട്ടിക്കാന്ന് വിചാരിച്ചാൽ 8 വയസ്സിൽ കെട്ടിക്കാം. യഹൂദ നിയമപ്രകാരം ഒരു പെൺകുട്ടി 12 വയസ്സും 1 ദിവസവും പിന്നിട്ട് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാണ്. അതാണ് അവരുടെ കണക്ക് എന്ന് പറയുന്നത്. 12 വർഷവും 1 ദിവസവും പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉള്ള വിവാഹം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി എന്ന് പറയാം അന്നത്തെ കാലത്ത്. ഇനി പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് അവർ വിവാഹം നടന്നിരുന്നത്, ശരാശരി അവിടെ നടന്നിരുന്നത്. പല റബ്ബിമാരും ഈ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് 18 വയസ്സാണ് വിവാഹത്തിന്റെ പ്രായം എന്ന് ഉപദേശിച്ചിരുന്നതായിട്ടും നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. വിവാഹപ്രായത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ബാല്യവിവാഹം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇപ്പോൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയിൽ നമുക്ക് 9-ാം അധ്യായത്തിലെ 94-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. ത്രിംശത് വർഷോ വഹേത് കന്യാം ഹൃദ്യാം ദ്വാദശ വാർഷികീം തൃഷ്ടവർഷോഷ്ടവർഷാം വ ധർമ്മേ സീതതി സത്വരം. എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? 30 വയസ്സുള്ള ഒരു പുരുഷൻ തനിക്ക് അനുയോജ്യമായ മനസ്സിനിണങ്ങിയ ഒരു വധു എന്ന് പറയുന്നത് 12 വയസ്സുള്ള കന്യകയെ വിവാഹം കഴിക്കണം. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 30 വയസ്സുണ്ടെങ്കിൽ 12 വയസ്സുള്ള കന്യക. ഇനി അതല്ലെങ്കിലോ തൃഷ്ടവർഷോഷ്ടവർഷാം വാ ധർമ്മേ സീതതി സത്വരം, അതായത് 24 വയസ്സുള്ള പുരുഷൻ. തൃഷ്ടവർഷോ എന്ന് പറഞ്ഞാൽ എന്താ? 3-8, അതായത് 3-8 24 വയസ്സുള്ള ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ 8 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. അതായത് തന്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി അവൻ അത് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് 30 വയസ്സുണ്ടെങ്കിൽ 30 വയസ്സുണ്ടെങ്കിൽ 12 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിക്കണം. ഇനി 24 വയസ്സുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 8 വയസ്സുള്ള ഒരാളെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. ഇത് ഇപ്പോഴും ഉള്ളതാണേ. നമുക്ക് പച്ച മലയാളത്തിൽ വേണമെങ്കിൽ വായിക്കാൻ പറ്റും. എന്താ ഇതൊന്നും പറയാത്തത്? ഇവിടെ ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. ഖുർആനിൽ എവിടെയും 6 വയസ്സിൽ കല്യാണം കഴിച്ച് ആയിഷനെ കല്യാണം കഴിച്ചെന്ന് പരാമർശമേ ഇല്ല. പിന്നെ ഹദീസുകളാണ്. ആ ഹദീസുകൾക്ക് സത്യത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയേണ്ടി വരും. അത് പ്രവാചകന് ശേഷം എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം പ്രവാചകൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള പലരും പറഞ്ഞു കേട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. അതിൽ ചിലതൊക്കെ സത്യമുണ്ട്, ചിലതൊക്കെ അസത്യമുണ്ട്. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല. ഉള്ളത് ഖുർആനിലേക്ക് നോക്കാന്ന് പറയുന്നത്. അപ്പൊ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ഖുർആനിൽ അതിനെ യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പൊ എന്താണ്? അങ്ങനെ ഒരു സംഭവം ഇല്ല, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇത് മാത്രം ഇല്ലാതെ വരുമ്പോൾ എങ്ങനെ ഇതെടുത്ത് തലയിൽ വെക്കുന്നത്? അതായത് പുരാതന കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഒരു പുരുഷൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോഴേക്കും
പ്രായം വളരെ കൂടും. അതുകൊണ്ട് പെൺകുട്ടികൾ ഋതുമതിയാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഋതുമതിയാകുന്നതിന് മുമ്പ്, മെൻസസ് ആകുന്നതിന് മുമ്പ്, ആദ്യ മെൻസസിന് മുമ്പ് കന്യാദാനം ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി, ഒരു പിൽക്കാല ചിന്താഗതി ഉണ്ട്. ഇതാണ് ഇതിന്റെ കാരണം. ഈ മനുസ്മൃതിയിൽ ഇങ്ങനെ പറയാൻ കാരണമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പറയുന്നത്. ഇനി കൊലയെക്കുറിച്ച് നമുക്ക് നോക്കാം. കൊല അല്ലെ, കണ്ടിടത്ത് വെച്ച് അവിശ്വാസികളെ കൊല്ലണം എന്ന് പറയുന്നത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം എന്നല്ലേ പറയുന്നത്. നമുക്ക് നോക്കാം. മനുസ്മൃതിയിലെ 8:350 അനുസരിച്ചിട്ട് എന്താ പറയണേ? 6 കൂട്ടരെ, ആദതായികൾ അതായത് അക്രമകാരികൾ എന്ന് വിളിക്കുന്ന 6 കൂട്ടരെ, അതൊന്ന് തീ വെക്കുന്നവനെ, തീ വെച്ച് അപായപ്പെടുത്താൻ നോക്കുന്നവനെ, അതുപോലെ വിഷം കൊടുക്കുന്നവനെ, പോയിസണർ, വിഷം കൊടുത്ത് ആരെങ്കിലും അപായപ്പെടുത്താൻ നോക്കുന്നവനെ, ആയുധമില്ലാത്തവനെ ആക്രമിക്കുന്നവനെ, മനസ്സിലായോ? ആയുധമില്ലാത്തവനെ ആക്രമിക്കുന്നവനെ, ഇനി മറ്റുള്ളവരുടെ ധനം സമ്പത്ത് കവരുന്നവനെ, കള്ളനെ, റോബറെ, ഇനി വേറെ ആരുടെയെങ്കിലും ഭൂമി അപഹരിച്ചെടുക്കുന്നവനെ, അതിര് മാന്തുന്നവനെയും അല്ലെങ്കിൽ അതിര് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിടിച്ചെടുക്കുന്നവനൊക്കെ അതിൽപ്പെടും. പിന്നെ പരസ്ത്രീയെ അപഹരിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ബലാൽ കൊണ്ടുപോകുന്നവനെ, എടുത്തുകൊണ്ട് പോകുന്നവനെ, ഇതിനെല്ലാത്തിനെയും എന്ത് ചെയ്യണം? ശരിയാക്കണമെന്നാണ് പറയുന്നത്. ഗുരും വാ ബാലവൃദ്ധൗ വാ ബ്രാഹ്മണം വാ ബഹുശ്രുതം ആദതായേനമായന്തം ഖന്യാ ദേവാവിചാരയൻ എന്ന് പറയുന്നത് മനുസ്മൃതി 8:350. അതിനർത്ഥം എന്താ? തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആദതായികൾ, അത് ഗുരുവാണോ, കുട്ടിയാണോ, വൃദ്ധനാണോ, ബ്രാഹ്മണനാണോ, ആരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്രമിക്കാൻ വരുന്ന ആരായാലും അവരെ മടിക്കാതെ അവരെ വധിക്കാം, അതിൽ പാപമില്ല എന്നാണ് പറയുന്നത്. ഇതേ ആയത്ത് തന്നെയല്ലേ അവിടെ എഴുതിയേക്കുന്നത്? മുസ്ലിം വിഭാഗത്തെ ആക്രമിക്കാൻ വരുന്ന അന്നത്തെ, ഇന്നത്തെ അല്ല, അന്നത്തെ അവിശ്വാസികളായി കൂട്ടർ കരാറ് ലംഘിച്ചിട്ട് വരുന്നവരുണ്ട്. ആ കരാറ് ലംഘിച്ചിട്ട്, അവർ തമ്മിലുള്ള ഉടമ്പടി ലംഘിച്ചിട്ട് ആ വിഭാഗത്തെ ആക്രമിക്കാൻ വരുന്ന അവരെ നിങ്ങൾ എന്ത് ചെയ്തോളൂ? വകവരുത്തിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അത് തന്നെ അവിടെ എഴുതി വെച്ചേക്കണത്. ഇനി ഇത് രണ്ടും ഒന്നാണോ എന്നാ എനിക്ക് സംശയം. 2 വേദങ്ങളാണെങ്കിലും പഴയ കാലത്ത് ഇത് ഒന്നാണല്ലോ. അതായത് ഇത്തരത്തിൽ തോന്നിയാസങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ വെച്ചോണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. ഈ മനുസ്മൃതി ഇത്ര വളരെ വ്യക്തമായിട്ട് 8:350 പറയുന്നില്ലേ? എന്തേ അതേക്കുറിച്ചൊന്നും മിണ്ടാത്തത്? നമ്മൾ പറഞ്ഞത് മനുസ്മൃതിയെ കുറിച്ചാണ്. ഈ മനുസ്മൃതി അത്ര പ്രാധാന്യം കൊടുക്കേണ്ട സംഗതിയൊന്നും അല്ല, അത് ഈ വേദവും വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം. എന്നാൽ ഭഗവത്ഗീത അങ്ങനെയാണോ? ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിന്റെ 8ാമത്തെ ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അത് കേൾക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല, അത് പറയാത്ത, മനസ്സുണ്ടെങ്കിലൊന്നും പറയാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ഞാനൊന്ന് പറഞ്ഞുതരാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇനി ആ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. പരിത്രാണായ സാധൂനാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെ, ആരെ സജ്ജനങ്ങള്? നല്ല മനുഷ്യര്. നല്ലവരെന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠ അനുസരിച്ച്, മാനുഷിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യർ, അവരെ സംരക്ഷിക്കുന്നതിനും, വിനാശായ ചതുഷ്കൃതാം എന്ന് പറഞ്ഞാൽ എന്താ? വിനാശായ ചതുഷ്കൃതാം, ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, ദുഷ്ടന്മാർ, കൊലപാതകളും കള്ളന്മാരും സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ളവർ, അവരെ നശിപ്പിക്കുന്നതിനും. അതിനാണ് പറയാ പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതാം. അപ്പൊ ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാലും തേനും കൊടുത്ത് അവരെ ഊട്ടി ഉറപ്പിക്കുക എന്നാണോ? അതോ നാട് കടത്തുക എന്നാണോ? ജയിലിടുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ലാതാക്കുക, കൊല്ലുക, അത് തന്നെയാണ് പറയുന്നത് അതിന്റെ അർത്ഥം. അതിലപ്പുറത്തേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഹൈന്ദവത. ഇനി നമുക്ക് ക്രിസ്ത്യാനികളുണ്ടല്ലോ, കൊലയെക്കുറിച്ച് അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കണ്ടേ? അമലേക്കർക്കെതിരെയുള്ള ഒരു കൽപ്പനയുണ്ട്, ശമൂവേൽ 1:15-3. അതെന്താ പറയുന്നത്? നീ ചെന്ന് അമലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. നിർമൂലമാക്കി കളയുക എന്ന് പറഞ്ഞാൽ തീർക്കുക എന്നാണ് അർത്ഥം. അവരോട് കരുണ തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും എന്ന് പറഞ്ഞാൽ കുട്ടികളെ, മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവറ്റെയും കൊന്നുകളഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒന്നിനെ അവിടെ വച്ചേക്കരുത്, മുഴുവനും കൊന്നുകളഞ്ഞേക്കുക എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം എന്നറിയാം. നമ്മൾ ഈ ഇസ്രായേൽ ഗസ യുദ്ധമായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധമായാലും, ഇപ്പൊ ഈ അടുത്ത് നടന്ന കാര്യങ്ങൾ നോക്കിയാൽ ഗസയിലെ കുട്ടികളെ കൊല്ലുന്നത്, അതുപോലെ ഇറാനിലെ ഒരു സ്കൂളില് ചെറിയ കുട്ടികളുടെ, നമ്മൾ ഇവിടുത്തെ LP സ്കൂൾ എന്ന് പറയൂലേ, അതേപോലത്തെ സ്കൂളിൽ കൊണ്ടുവന്നൊരു ബോംബിട്ടു, 100-200 കുട്ടികൾ മരിച്ചു. ഈ ജൂതന്മാർക്ക് എങ്ങനെയാണ് ഈ കുട്ടികളുടെ മുകളിൽ ബോംബിടാൻ തോന്നുന്നത്?
അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കൊല്ലുന്നത് പാപമല്ല. എന്നാൽ മുസ്ലിം പറഞ്ഞ എന്താ? നേരത്തെ പറഞ്ഞ കൊല്ലുന്ന കാര്യത്തിൽ ആ അധർമ്മകാരികൾ കരാർ ലംഘനം നടത്തിയിട്ട് ഈ മുസ്ലിങ്ങളെ വകവരുത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ അവരുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടി അവരെ എന്താ വെച്ചാൽ നിങ്ങളെ തീർത്ത് കളഞ്ഞേക്കുക, ശത്രു നിഗ്രഹം നടത്തിയേക്കുക എന്ന് അന്ന് പറഞ്ഞു. അതിനെ ഇന്നെടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ കൊല്ലാനാണ് ഖുർആൻ പറഞ്ഞതെന്നാണെന്ന് പറയുന്നത്. അതിനാണ് തെറ്റ്. അതല്ല, അധർമ്മം എവിടെ കാണിച്ചു കഴിഞ്ഞാൽ അധർമ്മം പ്രതിരോധിക്കണമെന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. അത് ഇന്നത്തെ മാനദണ്ഡം അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്താ പറഞ്ഞിരുന്നേ? സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടണം, തുടരുത്, വൃദ്ധന്മാരെയും തുടരുത് എന്നാ പറഞ്ഞേക്കണേ. അവരാരെയും നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. അതുപോലെ നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നവർ എന്നാൽ ആ സമയം നിങ്ങളോട് ശരണം തേടി വരികയാണെന്നുണ്ടെങ്കിൽ, അവർ കീഴടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിച്ച ഖുർആൻ അതേ സമയത്ത് ബൈബിൾ എന്താ പറയുന്നത്? സ്ത്രീകളെയും പൈതങ്ങളെയും മുലൊടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്ന് പറ്റിയ കൊന്നു കളഞ്ഞേക്കാനാ പറയുന്നത്. ഇത്രയും പച്ചയ്ക്ക് എഴുതി അതിനകത്ത് വെച്ചിരുന്നിട്ട് ആ ഭാഗം എന്താണ് ആരും എടുത്തൊന്ന് ഉച്ചരിക്കാത്തത്? ജൂത വിഭാഗം കുട്ടികളെ കൊല്ലുന്നതിന്റെ കാരണം മനസ്സിലായില്ല, അവരുടെ വിശ്വാസമാണ്. ഇനി വീണ്ടും ഉണ്ട് കാനാൻ ദേശത്തെ നഗരങ്ങളെ കുറിച്ച് പറയുന്ന ആവർത്തന പുസ്തകത്തിൽ 20:16 നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ഈ ജനങ്ങളുടെ നഗരങ്ങളിൽ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കരുത് എന്നാണ്. ഏത്? ശ്വാസമുള്ള ഒന്നിനെയും, ഈ ശ്വാസം എടുക്കുന്ന ഒന്നുണ്ട്, ഒറ്റണത്തിനെ ജീവനോടെ വെക്കരുത് എന്നാ പറഞ്ഞേക്കുന്നത്. മറ്റു ദൈവങ്ങളെ, അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കെതിരെ ആവർത്തന പുസ്തകം 13:10 നിന്റെ ദൈവമായ യഹോവയെ വിട്ടു നിന്നെ അകറ്റിക്കളയാൻ അവർ വിചാരിച്ചത് കൊണ്ട് നീ അവനെ കല്ലെറിഞ്ഞ് കൊന്നേക്കണോ? മനസ്സിലായില്ലേ? എത്ര പച്ചയ്ക്കാണ് പറഞ്ഞേക്കുന്നത് കൊല്ലുന്ന കാര്യം. അതായത് കല്യാണക്കാര്യമായാലും കൊലപാതകത്തിന്റെ കാര്യമായാലും എന്ത് കാര്യമായാലും എല്ലാ വേദപുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ മറ്റു വേദപുസ്തകങ്ങൾ മുസ്ലിമിന്റെ മേലെ ചാരുമ്പോ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അതിനേക്കാളും എത്രയോ ക്രൂരമായിട്ടും പൈശാചികമായിട്ടുമാണ് മറ്റ് വേദഗ്രന്ഥങ്ങൾ നമുക്ക് നേർക്കുനേർ വായന വായിക്കുകയാണെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. നേർക്കുനേർ വായന, ആ വാക്യം മാത്രം എടുക്കുകയാണെങ്കിൽ വായിക്കാൻ കഴിയുക. പക്ഷെ ഞാൻ ഈ കാണിച്ച വാക്യങ്ങളുണ്ടല്ലോ, ഈ വാക്യങ്ങളുടെ അപ്പുറവും ഇപ്പുറവും വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മാറും. ഞാൻ ഈ പറഞ്ഞ അർത്ഥം മാറും. ഈ കുട്ടികളെ മറ്റുള്ളവരെയും കൊല്ലുന്ന കാര്യം പറഞ്ഞല്ലോ, അതിന്റെ അപ്പുറം ഇപ്പുറം വായിക്കുമ്പോൾ ഒരുപക്ഷെ അർത്ഥം മാറിയേക്കും എന്ന് ഞാൻ പറയാം. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, വാക്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യവും തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും മുസ്ലിം ആകൊന്നും വേണ്ട. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കുൽയാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നബിയെ നീ പറയും, മറ്റുള്ളവർ ആരാധിക്കുന്നതിന് നീ എന്തായാലും ആരാധിക്കുന്നില്ല, നീ ആരാധിക്കുന്നതിന് അവരും ആരാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കച്ചറ കൂടേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും വിശ്വാസം രണ്ടും രണ്ടാണ്. നീ നിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചോ, അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. മനസ്സിലായില്ലേ? ആരെയും വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിച്ചുകൊണ്ട് ചേർക്കണ്ട. അതായത് നിർബന്ധമായിട്ട് ഒരുത്തനെ മുസ്ലിം ആക്കാൻ വേണ്ട, നിർബന്ധമായിട്ട് ഒരുത്തനെ ഹിന്ദു ആക്കണ്ട, നിർബന്ധമായിട്ട് ഒരുത്തനെ ക്രിസ്ത്യാനി ആക്കണ്ട. ഇനി ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് നിർബന്ധ മതപരിവർത്തനം തടയിടുന്ന ഒരു വാക്യം കൂടിയാണത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെയും യൂട്യൂബ് വീഡിയോന്റെ ഒക്കെ താഴെ വന്നിക്കാണ്ട് കമന്റ് എഴുതുന്ന നേരത്തെ പറഞ്ഞ പുതൃശൂന്യരുണ്ടല്ലോ, അവരുടെ ഉദ്ദേശം വേറെയാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവരുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ വരില്ല. ഇത്രേ ഉള്ളൂ. നമുക്കിങ്ങനെ ആക്ഷേപിക്കാനാണെങ്കിൽ ഏത് മതത്തിൽ നിന്നും എടുത്ത് ആക്ഷേപിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ആധുനിക കാലത്ത് ഈ ശാസ്ത്ര ലോകത്ത് നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ജീവിക്കാം. അത് തന്നെയാണ് ശാസ്ത്രം, അതിനാണ് വിശ്വാസം. അതനുസരിച്ചിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല. ആ സ്ഥാനത്ത് പഴയ കാലത്ത് അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം അടച്ചാക്ഷേപിക്കാനായിട്ട് തുനിയാണെന്നുണ്ടെങ്കിൽ അവനെ മാനസിക രോഗി എന്ന് വിളിച്ചാൽ പോലും മാനസിക രോഗികൾ ചിലപ്പോൾ കൊണ്ടുപോയി കേസ് കൊടുത്തു വരും. Different angles. Don't forget to subscribe and support this channel.